നവകേരള യാത്ര കാസർഗോഡ് നിന്ന് ആലപ്പുഴയിലേക്ക് എത്തിയപ്പോൾ നടന്ന ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ ചില ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടത്. നവകേരള യാത്ര കേരളത്തിന് എന്ത് സംഭാവന നൽകിയെന്ന് ചോദിച്ചാൽ ഒരു പുതിയ വാക്കാണ് ജീവൻ രക്ഷാ പ്രവർത്തനം. നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും പോലീസും ഇടത് യുവജന സംഘടനാ പ്രവർത്തകരും നടത്തുന്ന രക്ഷാപ്രവർത്തനം അത് ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ്. ഇടുക്കിയിൽ സുരക്ഷയുടെ പേരിൽ മാധ്യമ പ്രവർത്തകനെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഇന്നലെ പ്രതിഷേധിക്കാനെത്തിയ KSU പ്രവർത്തകരെയും വെറുതെ വിട്ടില്ല. രണ്ട് സംഭവങ്ങളെയും പതിവ് പോലെ മുഖ്യമന്ത്രി ഇന്ന് ന്യായീകരിച്ചു. തനിക്കൊന്നും സംഭവിക്കരുതെന്ന് കരുതി ജോലി ചെയ്യുന്നവരാണ് തന്റെ അംഗരക്ഷകർ. ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ അനാരോഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഞങ്ങളുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനത്തിന്റെ മുന്നിൽ ചില ആളുകൾ ഇന്നലെ ചാടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് നേരത്തെ ഒഴിവാക്കപ്പെട്ട ഒരു മുറയായിരുന്നു. പക്ഷെ ഇടയ്ക്ക് പിന്നെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരിടത്ത് കണ്ടു, പിന്നെ വീണ്ടും അങ്ങനെ കണ്ടില്ല. ഇന്നലെ ഒരിടത്ത് വാഹനത്തിന്റെ മുന്നിൽ ആളുകൾ ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു. അവരെ പോലീസ് തടയുന്നത് കണ്ടു. അതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് എൻ്റെ വാഹനത്തിന്റെ മുന്നിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ കൂടെയുള്ള പോലീസുകാരെന്ന് പറയുന്നവർ അവർ വളരെ മുന്നിലായിരുന്നു അന്നേരം. നേരെ ഈ പോലീസുകാരാണ് തടയുന്നത് ഞാൻ കണ്ടത്. എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. ഒരിടത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരാൾ ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങി വരികയാണ്. അത് സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത്. അയാളെ തള്ളി മാറ്റുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത്. അയാൾ തള്ളി മാറ്റുന്നുണ്ട്. അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തള്ളലാക്കി മാറ്റിയത്. അത് സാധാരണ നിലയിൽ വ്യത്യസ്തമായ ഒരു രീതിയാണ്. അങ്ങനെ എത്രയോ ക്യാമറക്കാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ലേ? സാധാരണ ആളുകൾ പോകുന്നില്ലേ? ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? ഇത് നേരെ പിന്നിലേക്ക് ഇങ്ങനെ വരികയാണ്. ആ വരുന്ന ഘട്ടത്തിലാണ് അയാളെ തള്ളി മാറ്റുന്നത് കണ്ടത്. അത് സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. അതിനെ അയാൾ ഡ്യൂട്ടിക്കുള്ളത്. കണ്ണൻ നായരാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. കണ്ണൻ നായർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, കാസർഗോഡ് ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. ജീവൻ രക്ഷാ പ്രവർത്തനം ആ വാക്ക് ഉത്ഭവിച്ചതും ആ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം ആരംഭിച്ചതും പാർട്ടി തട്ടകമായ കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്ന് നോക്കൂ, ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ പല പല മാതൃകകൾ നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇതിനെ ന്യായീകരിക്കുന്നത്? ഈ ദൃശ്യങ്ങളെ, ഈ തല്ലിനെ, ഈ അതിക്രമത്തെ, ഈ അക്രമത്തെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ഈ ദൃശ്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായും തമസ്കരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ നടത്തിയ ഈ ജീവൻ രക്ഷാ പ്രവർത്തനത്തെ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്യുന്നു. കാരണം ഇന്നലെ നമ്മൾ ആലപ്പുഴ ജില്ലാ ആശുപത്രി ജംഗ്ഷനിൽ നടന്ന അതിക്രമം നമ്മൾ കണ്ടതാണ്. രണ്ട് KSU പ്രവർത്തകർ കരിങ്കൊടിയുമായി അവിടേക്ക് എത്തുന്നു. ആ സമയത്ത് കരിങ്കൊടി പ്രതിഷേധത്തെ പോലീസുകാർ നേരിട്ടു. യൂണിഫോമിലുള്ള പോലീസുകാർ അവരെ പിടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഒരു കറുത്ത ഇന്നോവ കാറിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരായിട്ടുള്ള ആൾക്കാർ പുറയിൽ വന്നത്. പൊടുന്നനെ അവർ ചാടി ഇറങ്ങി ആ പോലീസുകാർ നോക്കി നിൽക്കെ ആ KSU പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു. ഒരു യൂണിഫോമിട്ട പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് വെച്ചിരിക്കുന്ന പ്രതികളെയാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഈ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ മർദ്ദിച്ചത്. അതിനെക്കുറിച്ചാണ് ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പോൾ ആ പ്രവൃത്തിയെ വലിയ രീതിയിൽ അദ്ദേഹം ന്യായീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നതും തൻ്റെ അംഗരക്ഷകർ എന്ന് പറയുന്ന ആൾക്കാർ അവർ തനിക്കൊന്നും സംഭവിക്കരുത് എന്ന രീതിയിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവർ അവരുടെ ജോലി മാത്രമാണ് ചെയ്തത്. മാത്രമല്ല താൻ അംഗരക്ഷകർ മർദ്ദിക്കുന്നത് കണ്ടില്ല. തൻ്റെ വാഹനത്തിന് മുന്നിലേക്ക് രണ്ടുപേർ ചാടി വീഴുന്നു. അവരെ യൂണിഫോം പോലീസുകാർ പിടിച്ചു മാറ്റുന്നു, രക്ഷിക്കുന്നു. ആ ഒരു കാര്യം മാത്രമാണ് താൻ കണ്ടതെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ പോലീസുകാരുടെ, ഈ അംഗരക്ഷകരുടെ നടപടിയെ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ ഇടുക്കിയിൽ ആ സദസ്സ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കണ്ടു. ഒന്ന് ആലപ്പുഴയിലെ വിഷയത്തിലും മറ്റൊന്ന് ഇടുക്കിയിൽ ഫോട്ടോഗ്രാഫറെ മാറ്റിയതിലും. ആ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്തിന്റെ ഫോട്ടോ? മുഖ്യമന്ത്രിക്ക് പൂച്ചന്റെ സ്ഥലം MLA നൽകുന്നതിന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനെ മർദ്ദനം. അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ മുഖഭാവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റോഷി അഗസ്റ്റിൻ വേണ്ട എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി ഒരു ചെറു പുഞ്ചിരിയോടെ കടന്നു പോവുകയാണ്. അതിനെയൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? ഒരു ഫോട്ടോ എടുക്കുന്നത് എന്ന് മുതലാണ് കേരളത്തിലെ ഒരു അക്രമ സംഭവമായി മാറിയത്?
ഫോട്ടോ എടുക്കുന്നത് ഒരു അക്രമ സംഭവമായി മാറി. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ചില മാധ്യമപ്രവർത്തകർ തനിക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടാകണം അല്ലെങ്കിൽ അക്രമം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഉണ്ടായതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും ഇന്ന് ചോദിച്ചത്. പക്ഷേ ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊന്നും, മറ്റുള്ള ഇതുമായിട്ട് അനുബന്ധ ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മുഖം നൽകാതെ അദ്ദേഹം വാർത്താസമ്മേളനം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. 11 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ പലപ്പോഴും അംഗരക്ഷകരെ അല്ലെങ്കിൽ പോലീസുകാരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ്. നേരത്തെയൊക്കെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അക്രമങ്ങളെയൊക്കെ തന്നെ ന്യായീകരിക്കുന്നത് നമ്മൾ പല ജില്ലകളിലും കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത 2 ആൾക്കാർ, KSUവിന്റെ പ്രവർത്തകരായിട്ടുള്ള 2 ആൾക്കാരെ മറ്റ് ഒരു സംഘം വന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു അവസ്ഥയെ പോലും ന്യായീകരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സമരങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്ത് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത ശേഷം വന്ന് ഒരു മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം ആണ് ഇത്തരത്തിലുള്ള പോലീസിന്റെ നടപടിയെ ന്യായീകരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ വിശദമായിട്ടുള്ള ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷേ മാധ്യമ ഫോട്ടോഗ്രാഫർ ആക്രമിക്കാനും വന്നു, അതാണ് ന്യായീകരണം. ശരി, ഈ ആലപ്പുഴയിലെ സംഭവം പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള, പോലീസും തടഞ്ഞു നിർത്തിയിരിക്കുന്ന പ്രവർത്തകരെ ആ രീതിയിൽ വന്ന് ഗൺമാന് വന്ന് മർദ്ദിക്കാൻ, വളഞ്ഞിട്ട് തല്ലാൻ അധികാരമുണ്ടോ കണ്ണൻ? തീർച്ചയായും ഒരു കാരണവശാലും അധികാരമില്ല. കാര്യം പോലീസ് അവിടെ ഒരു കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുന്നു. ആ സമയത്ത് ആ പ്രവർത്തകരെ അവിടെ ഉണ്ടാകുന്ന പോലീസുകാർ കസ്റ്റഡിയിലെടുത്തു. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതാണ്. ആ ആലപ്പുഴ ജില്ലാ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് ആ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ തടഞ്ഞു വെച്ചിരിക്കുന്ന പോലീസുകാരെയാണ് പെട്ടെന്ന് നീല യൂണിഫോം ധരിച്ച മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരായിട്ടുള്ള ആൾക്കാർ വലിയ കുറുവടി കൊണ്ടുവന്ന് മർദ്ദിക്കുന്നത്, ലാത്തി ഉപയോഗിച്ച് മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ളൊരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്ത് കാര്യത്തിനാണ് ഇത്രത്തോളം വൈരാഗ്യത്തോടുകൂടി തെരുവിലൊക്കെ ആൾക്കാരെ കൈകാര്യം ചെയ്യുന്ന ചില സമരങ്ങളിൽ ചില ആൾക്കാരെ കൈകാര്യം ചെയ്യുന്ന പോലെ? കാര്യം പോലീസ് കസ്റ്റഡിയിലെടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു ആ 2 KSU പ്രവർത്തകർ. അവരെ എന്തിനാണ് ഇത്തരത്തിൽ അടിച്ചതെന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. പകരം ആ പോലീസ് ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. കാര്യം ഇത്തരത്തിലുള്ള സമരങ്ങൾ പലതരത്തിലും നേരത്തെ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയൊക്കെ തന്നെയാണ് പിണറായി വിജയൻ. അദ്ദേഹമാണ് ഇത്തരത്തിൽ പോലീസിന്റെ കിരാതമായിട്ടുള്ള ഈ നടപടിയെ ഇന്ന് ന്യായീകരിച്ചുകൊണ്ട്